അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ വായിച്ചു കേട്ട വേദഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചന ശ്രവണത്തിന് സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും സഭാവിശ്വാസികൾക്കും ഈ ചുറ്റുവട്ടത്തു നിന്ന് യോഗത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ഇവിടെ പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ഈ 108ാമത്തെ കൺവെൻഷനിൽ മൂന്നാമത്തെ രാത്രിയിൽ സഹോദരൻ ആൽബർട്ട് സുനിലിനോടൊപ്പം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ഒരവസരം ലഭ്യമായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിക്കുവാൻ ഈ കൺവെൻഷൻ്റെ പങ്കുവഹിക്കുന്ന എല്ലാ പ്രാദേശിക സഭകളോടും സഭകളിലെ ശുശ്രൂഷകരോടും വിശേഷാൽ കൺവെൻഷൻ കമ്മിറ്റി അംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അനുഗ്രഹീതരായ ദൈവദാസന്മാരോടൊരുമിച്ച് ഈ വേദി പങ്കിടുവാൻ സാധിക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവജനത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ രാത്രി നമ്മെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ വളരെ സഹായിക്കട്ടെ എന്നും ഞാൻ ഹൃദയം നിറഞ്ഞ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു വരാം. യോഹന്നാൻ അപ്പോസ്തലൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ ദർശിച്ചപ്പോൾ അതിനോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് 17ഉം 18ഉം വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ദർശിച്ച ദർശനങ്ങളുടെ വിവരണത്തിലെ പ്രഥമ ദർശനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. ഇന്ന് രാത്രിയിൽ യോഹന്നാൻ അപ്പോസ്തലന് ലഭിച്ച ഈ പ്രഥമ ദർശനത്തിൻ്റെ ഒരു വിവരണം ദൈവം നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവജനത്തിൻ്റെ ആത്മീയ അഭിന്യതയെ കരുതി ഓർപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് സൗകര്യാർത്ഥമായി ഈ വേദഭാഗത്തെ 2-3 വിഷയങ്ങളായി ഞാനൊന്ന് വിഭജിക്കുകയാണ്. 1, ദർശനം കണ്ട സ്ഥലം. 2, ദർശനം കണ്ട ദിവസം. 3, ദർശനം കണ്ട സന്ദർഭം. 4, ദർശനത്തിൻ്റെ വിവരണം. 5, ദർശനത്തോടുണ്ടായിരുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ അനുകൂലമായ പ്രതികരണം. ഇങ്ങനെ 5 വസ്തുതകൾ ഈ വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർപ്പിച്ച് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മുഖവരിയായിട്ട് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് എൻ്റെ മുൻപാകെ സമയവുമില്ലല്ലോ. വെളിപ്പാടെന്ന പദത്തിൻ്റെ അർത്ഥം മറനീക്കുക എന്നുള്ളതാണ്.
22 അധ്യായങ്ങളിലായി രേഖപ്പെടുത്തി ലഭിച്ചിരിക്കുന്ന ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ നിറവേറിയിട്ടുള്ളതും നിറവേറുന്നതും നിറവേറാനുള്ളതുമായ വസ്തുതകൾ മറശ്ശീല നീക്കിക്കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലന് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തത് ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ ലഭിച്ചപ്പോൾ ഈ പുസ്തകത്തിന് വെളിപ്പാട് പുസ്തകം എന്ന പേര് ലഭിച്ചു. അറിഞ്ഞോ അറിയാതെയോ ഈ പുസ്തകത്തിന് ചിലർ വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേദപുസ്തകം ശ്രദ്ധിക്കുന്നെങ്കിൽ വെളിപാട് പുസ്തകമല്ല, വെളിപ്പാട് പുസ്തകമാണ്. ഒന്നുകിൽ പുസ്തകത്തിൽ എഴുതിയതിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് തെറ്റുപറ്റുന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ പറയുന്നതാണ് കുറെ കൂടെ ഉചിതം. അതുകൊണ്ട് ഭാവിയുടെ മറശ്ശീല നീക്കി തന്റെ വത്സല ശിഷ്യനായ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലനെ ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത അനുഗ്രഹീതമായ വെളിപ്പാടുകളുടെ വിവരണങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. നാം ഇപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനിൽ ലഭിച്ച ഒന്നാമത്തെ ദർശനത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വെളിപ്പാട് അല്ലെങ്കിൽ ഈ ദർശനം അദ്ദേഹം കണ്ടത് എവിടെ വെച്ചാണ്? യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനം കണ്ടത് പത്മോസ് ദ്വീപിൽ വെച്ചാണ് എന്ന് 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 10 മൈൽ നീളവും 5 മൈൽ വീതിയും ഏതാണ്ട് ചന്ദ്രക്കലയുടെ ആകൃതിയിലുമുള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ്. ഈ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടതിന്റെ കാരണവും 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തമായി യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടു എന്നാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ ഉൽപ്പത്തി മുതൽ നാൾ ഇതുവരെ സുവിശേഷം നേരിടുന്ന പ്രതിബന്ധം പോലെ, ഉപരോധം പോലെ, പ്രതികൂലം പോലെ മറ്റൊരു സന്ദേശവും നേരിടുന്നില്ല എന്നുള്ളത് പരമാർത്ഥമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന് വിപരീതമായി, സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വിപരീതമായി ഉണ്ടാകുന്ന ഉപരോധങ്ങൾ ഒരപൂർവ കാര്യം സംഭവിച്ചു എന്ന നിലയിൽ കാണേണ്ടതായിട്ടില്ല. ഇത് കർത്താവായ യേശുക്രിസ്തു മുന്നമേ തന്നെ തന്റെ ജനത്തോട്, ശിഷ്യഗണത്തോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. ആ നിലയിലാണ് യോഹന്നാൻ അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തമായി പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടത്. പത്മോസ് ദ്വീപിന്റെ കരിമ്പാറ കെട്ടുകളുടെ നടുവിൽ ഏകനായി, ആരുമാരുമില്ലാത്തവനായി യോഹന്നാൻ അപ്പോസ്തലൻ അസ്തമിക്കുമെന്നാണ് ഡൊമീഷ്യൻ ചക്രവർത്തി ചിന്തിച്ചത്. പക്ഷേ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ചിന്തയെ തിരുത്തി കുറിച്ചുകൊണ്ട് ഏതൊരു പുരുഷൻ മുഖാന്തരമായിട്ടാണോ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടത്, അതേ പുരുഷൻ തന്നെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിലയങ്കി ധരിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകൾക്ക് സമമായിരിക്കുന്ന 7 സഭകളുടെ നടുവിൽ വിരാജിക്കുന്നവനായി യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കാണുകയാണ്. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവജനത്തിന്റെയും ദൈവസഭകളുടെയും അടിയന്തരമായ ആവശ്യമെന്ന് പറയുന്നത് ദൈവോത്തരനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വമേറിയ ദർശനമാണ്. ഇന്ന് സംഭവിച്ചിരിക്കുന്ന സകല ആത്മീയ മൂല്യച്യുതിക്ക് കാരണം ഈ ദർശനം ദൈവജനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. പ്രവാചക പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദർശനം ഇല്ലാത്തിടത്ത് ജനം മര്യാദ കെട്ടു നടക്കുന്നു. ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ദൈവവചനത്തിന്റെ സകല പരിധികളും വിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ക്രമം കെട്ട് നടക്കുന്നതിന്റെ കാരണം
ഈ മഹത്വമേറിയ ദർശനം ദൈവജനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദൈവവചനം ധാരാളമായി കേൾപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ അവഗാഹമായ പാണ്ഡിത്യം ദൈവജനം ഒരു പരിധിയോളം നേടിയിട്ടുണ്ട്. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് അതിന് തക്കവണ്ണം ആത്മീയമായ ഒരു ദർശനത്തിലേക്ക് ദൈവജനം ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള തകരാറുകളും പരാജയങ്ങളും വളരെ വലുതാണ്. ആകയാൽ ഈ 108ാം കൺവെൻഷനിൽ ചെയ്യുന്ന പ്രഭാഷണങ്ങൾ കൊണ്ടും ദൈവസന്നിധിയിൽ ദൈവജനം ഒന്നിച്ചു കൂടി വരുന്നതുകൊണ്ടും സാധിക്കേണ്ട പരമപ്രധാനമായ ലക്ഷ്യം ഞാനും നിങ്ങളും ഒരു ശക്തമായ ദർശനത്തിന്റെ ഉടമകളായിട്ട് മാറണം. ഞാൻ ഒന്നുകൂടെ പറയാൻ പ്രേരിതനാകുന്നു. ഇപ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ പ്രഭാഷണം കേൾക്കുവാൻ ജനം സംഘമായി കൂടി വരികയാണ്. ദൈവദാസന്മാർക്ക് ജനം സംഘമായി കൂടി വരുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ദൈവജനം സംഘമായി കൂടി വന്നാൽ പ്രഭാഷണം നടത്തുവാൻ വിശേഷാൽ ഒരു പ്രേരണ ദൈവദാസന്മാർക്കുണ്ടാകും. എസെക്കിയേലും ഈ ജനം, ഇസ്രയേൽ ജനം സംഘമായി അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി വന്നപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച അരുളപ്പാടുകൾ യെഹെസ്കേൽ പ്രവാചകൻ ഇവരോട് പറഞ്ഞു. ഇപ്പോൾ നാം കേട്ടതുപോലെ അവർ ഈ വചനത്തിന് മുതുക് തിരിഞ്ഞുകൊടുത്തു. ദൈവം എസെക്കിയേലിനോട് പറയുന്ന ഒരു പ്രത്യേക പ്രസ്താവന ഈ പ്രവചന പുസ്തകത്തിലുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യപുത്ര, ഈ ജനം സംഘം കൂടി വരുന്നത് പോലെ നിന്റെ അടുക്കൽ കൂടി വരുന്നു. നീ അവരോട് പറയുന്ന